ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ്. 9 മണിവരെ 9.53% വോട്ടുകൾ രേഖപ്പെടുത്തിയത്. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, നീണ്ട ക്യൂകൾ പ്രകടമാവുന്നുണ്ടോ പോളിംഗ് ബൂത്തുകളിൽ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ 2 മണിക്കൂറുകളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം 9.53% വോട്ടുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിട്ടെന്ന് തന്നെ വ്യക്തമാക്കാം. അംബാല അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഫത്തേബാദ് അടക്കമുള്ള മേഖലകളിൽ 11% അധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. 13% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോട് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹർലാൽ ഖട്ടർ മുൻ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 50-ന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2014 ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പോലും BJPക്ക് 47 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ക്യാമ്പും ഏതായാലും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 10 വർഷത്തെ ഭരണത്തിൽ വലിയ ജനവികാരം സർക്കാരിന് എതിരായുണ്ട്. അപ്പോൾ അതെല്ലാം വോട്ടിങ്ങിൽ പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കളും ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. മാത്രവുമല്ല, വിവിധങ്ങളായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് കർഷക സമരം മുതൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വരെയുള്ള വിഷയങ്ങൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ കോൺഗ്രസിന്റെ പ്രചാരണം. പ്രധാനമന്ത്രി അടക്കമുള്ളവർ BJPക്കായും കളത്തിറങ്ങുകയും ചെയ്തു. ഏതായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ് ഹരിയാന. കാരണം ഡൽഹിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി 6 മണിക്ക് വോട്ട് എടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ 6-ഓടുകൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരും. റൈറ്റ്, ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് ഹരിയാനയിൽ രേഖപ്പെടുത്തുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.